വിദ്യാമ്മേ, എന്താ രണ്ടുപേരും കൂടി? ആകെ പ്രശ്നമാണ് വിദ്യാമ്മേ. ആ ഗഗൻ വീണ്ടും വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ അയാൾ തനിച്ചല്ല, അമ്മാവനെയും കൂട്ടി അവരവ്. അയാളുടെ കടവും ബാധ്യതയൊക്കെ തീർത്തു എന്നാണല്ലോ ദേവുട്ടി പറഞ്ഞത്. പിന്നെ എന്തിനാ അയാൾ ശല്യത്തിന് വരുന്നത്? അതല്ലേ വിദ്യാമ്മയെ പ്രശ്നം. ആ തറവാട്ടമ്മ ദേവൂട്ടിക്ക് നൽകിയ ആഭരണങ്ങളും പണ്ടങ്ങളും മതിയെന്ന് പറഞ്ഞ് അയാൾ അപ്പോഴേ കൊണ്ടുപോയതാ. പക്ഷേ അയാൾക്കത് സ്വന്തമാക്കാൻ പറ്റിയില്ല. തറവാട്ടമ്മ എങ്ങനെയോ അയാളിൽ നിന്നത് തിരിച്ചു പിടിച്ചിരുന്നു. ഇപ്പോ അയാൾ ആ ബാധ്യത തീർന്നില്ലെന്ന് പറഞ്ഞ് വന്ന് ശല്യം ചെയ്യുക. ദേവൂട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാതെ അയാൾ ഇനി പിന്മാറില്ലെന്ന്. അയാളുടെ കൂടെയുള്ള അമ്മാവൻ ഏതോ മന്ത്രവാദിയാന്ന് തോന്നുന്നു. തറവാട്ടമ്മ നൽകിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നത് അയാൾ ഗഗനം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും വിദ്യാമ്മേ? ഇന്ദുമതിയാണെങ്കിൽ അയാൾക്ക് വാക്കും കൊടുത്തു. വിദ്യാമ്മ ഇപ്പോ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ഇപ്പോഴോ? അതെ വിദ്യാമ്മേ, ഇല്ലെങ്കിൽ അയാൾ സംഗതി ആകെ വഷളാക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശിവപ്രിയെ തനിച്ചാക്കി ഞാൻ ഇവരോടൊപ്പം പോയാൽ സാരമില്ല. കുഞ്ഞ് ഞാനോ ദേവൂട്ടിയോ ചെല്ലാതെ എങ്ങും പോവില്ല. ഇപ്പോ ഇവരുടെ പ്രശ്നം പരിഹരിക്കലാണ് ആവശ്യം. ശരി, വരൂ, ഞാൻ നിങ്ങൾക്കൊപ്പം വരാം. എനിക്ക് വേഗം തിരിച്ചു പോരുകയും വേണം. വിദ്യാമ്മ വന്നാല് എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. അതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും ഇത്ര അത്യാവശ്യമായിട്ട് വന്നത്. വരൂ. വന്നോളെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പ്രപഞ്ച സത്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചിലത് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോ ദേവി സാന്നിധ്യം ആ ബാലികയ്ക്കില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഉമയാ സഹ മമ ചേതസി യമ ശാസന നിവസൻ. മോളെ, ഡോക്ടറങ്ങൾ അങ്കിളിനെ കാണാൻ പറ്റുമെന്ന് കരുതിയതേ ഇല്ല ഞാൻ. പക്ഷേ എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. മോള് തനിച്ചേ ഉള്ളൂ? ആ, എന്നോട് ഇവിടെ ഇരുന്ന് പഞ്ചാക്ഷരി ജപിക്കാൻ പറഞ്ഞത് വിദ്യാമ്മയാ. എന്നാ മോള് കുറച്ച് സമയം എന്റെ കൂടെ പോരെ. മോൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകളൊക്കെ അങ്കിള് കാണിച്ചു തരാം. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടും പോണ്ടെന്നാ വിദ്യാമ്മ എന്നോട് പറഞ്ഞത്. വിദ്യാമ്മയെ ദേവു ചേച്ചിയെ വന്ന് വിളിക്കാതെ എങ്ങോട്ടും പോരുതെന്നും പറഞ്ഞു. ഡോക്ടർ അങ്കിള് വന്ന് വിളിച്ചാ പോകരുതെന്ന് വിദ്യാമ്മ പറഞ്ഞോ? ഇല്ലില്ല, ഡോക്ടറുടെ കാര്യം വിദ്യാമ്മ പറഞ്ഞതേ ഇല്ല. എങ്കി വാ, മോൾ എന്റെ കൂടെ പോര്. എന്താ, എന്റെ കൂടെ വരാൻ മോക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാണെങ്കിൽ വിദ്യാമ്മ വഴക്ക് പറയുന്നൊരു സംശയം, അത്രേ ഉള്ളൂ. അത് സാരമില്ല. എന്റെ കൂടെയാണ് വന്നതെന്ന് അറിഞ്ഞാൽ വിദ്യാമ്മ മോളെ ഒന്നും പറയില്ല. വാ.
യമദേവന്റെ കർത്തവ്യം പൂർത്തിയാക്കാൻ മഹാദേവൻ നേരിട്ട് സഹായത്തിന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ നിർവാഹമില്ല. ദേവൂട്ടിയെ സഹായിക്കുകയും വേണം. വാമോളെ, വിദ്യാമ്മ എവിടെ? Ui,